രാജേന്ദ്രൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ദ്വീപ് ഗ്രീൻലാൻഡ് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യം നോട്ടമിട്ടിരിക്കുന്നത് ആ പ്രദേശത്താണ്. അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ട്രംപ് ആദ്യമായിട്ടല്ല നോട്ട് കൊടുക്കുന്നത്, നേരത്തെ നോട്ടം ഇട്ടിരുന്നു. അത് സമ്മതിക്കാത്തത് കൊണ്ടാണ്. കാരണം അന്ന് ഡെൻമാർക്കിൻ്റെ അധീനതയിലായിരുന്നു ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന രാജ്യം. അപ്പോൾ ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപല്ല, ഒരു ഭൂഖണ്ഡമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുന്ന ഒരു ഭൂപ്രദേശമാണ്. വളരെ വിസ്തൃതമായിട്ടുള്ള ഭൂപ്രദേശം. പക്ഷേ നിർഭാഗ്യവശാൽ അത് കിടക്കുന്നത് ധ്രുവത്തോട് ചേർന്നായതുകൊണ്ട്, ഉത്തരധ്രുവത്തോട് ചേർന്നായതുകൊണ്ട് മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന അന്തരീക്ഷവും. അപ്പോൾ ഹ്യൂമൻ ഇൻഹാബിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ അസാധ്യമായിട്ടുള്ളൊരു സ്ഥലമാണ്. എങ്കിലും ആ സ്ഥലത്ത് പോലും ഈ ദ്വീപിൽ മൊത്തം ആകെ 56,000-ഓളം ആളുകൾ ഇപ്പോഴും ഉപജീവനം നടത്തുന്നുണ്ട്. കൂടുതലും ഈ ഫിഷർമെൻ ആണ്. ഫിഷർമെൻ എന്ന് പറഞ്ഞാൽ ഐസിൽ ചില മത്സ്യങ്ങൾ, ക്രീൽ പോലുള്ള മത്സ്യങ്ങൾ ഒളിഞ്ഞിരിക്കും. വെള്ളം വേണമെന്നില്ല ആ മത്സ്യത്തിന് ജീവിക്കാൻ. അങ്ങനെയുള്ള ആ മത്സ്യങ്ങളൊക്കെ അധിവസിക്കുന്ന മേഖലയിൽ ഫിഷിംഗ് നടത്തി ജീവിക്കുന്നു. പിന്നെ വേറെ റെയിൻഡിയർ പോലുള്ള മൃഗങ്ങളുണ്ട്. ഈ മഞ്ഞിനെ അതിജീവിക്കാൻ കഴിവുള്ള മൃഗങ്ങളാണത്. അതിനെയൊക്കെ ഈ എസ്കിമോകളെ പോലെ തന്നെ കഴിയുന്ന ആൾക്കാരാണ്. അവർ സുഖമായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് സ്വന്തമായിട്ട് ഭരണം, അതിനെക്കുറിച്ചൊന്നും വലിയ വിവരമുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ പണ്ടേ ഈ ഡെൻമാർക്ക് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടുത്തുമാണ്, അതിൻ്റെ അധീനതയിലുമായിരുന്നു ഇത്. അതിനു മുമ്പ് ഇത് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ റഷ്യയിൽ നിന്ന് അവർ വാങ്ങിച്ചതാണ്. ഡെൻമാർക്ക് ഇപ്പോഴും രാജഭരണത്തിലുള്ള ഒരു രാജ്യമാണ്. സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് ഷേക്സ്പിയർ ഹാംലെറ്റിൽ പറഞ്ഞ അതേ രാജ്യം തന്നെ ഇപ്പോഴും, അന്ന് രാജഭരണമായിരുന്നു, ഇപ്പോഴും ആ രാജഭരണം അവർ തുടരുകയാണ്. അങ്ങനെയുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്ക് ഇത് ഒരു മോഹം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വെറുതെ ഐസ് മാത്രം നിറഞ്ഞ ഒരു സ്ഥലം എന്തിനാണ്? ട്രംപ് എന്ന് പറഞ്ഞാൽ ഈ ഐസിനെയോ ഈ ഇക്കോസിസ്റ്റത്തെയോ പരിസ്ഥിതിയെയോ ഒന്നും മാനിക്കുന്ന ആളല്ല. കാട് നശിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ തകിടം മറിയുമെന്നുള്ള ആ വാദത്തെ അംഗീകരിക്കാത്ത ആളാണ് ട്രംപ്, ഡൊണാൾഡ് ട്രംപ്. അതിലൊക്കെ അദ്ദേഹം ബ്രസീലിൻ്റെ മുൻ പ്രസിഡൻറ്റ് പറഞ്ഞത്, ആമസോൺ കുറച്ച് പോയി കഴിഞ്ഞാൽ ലോകത്തിനൊന്നും സംഭവിക്കുന്നില്ല, നമുക്ക് കുറച്ച് കൃഷിയും വ്യവസായവും അവിടെ നടത്താം എന്നുള്ള വിശ്വാസം പുലർത്തുന്ന ആളാണ് അദ്ദേഹം. പിന്നെന്തിനാണ് ഇദ്ദേഹത്തിന് ഈ ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ, ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ജനസംഖ്യ വളരെ കുറവാണെങ്കിലും ലോകത്തിൽ ഏറ്റവും അധികം ധാതു മണ്ണിൽ അടങ്ങിയിരിക്കുന്ന പ്രദേശമാണ്. ഏറ്റവും വിലപ്പെട്ട ധാതുക്കൾ അടങ്ങിയിരിക്കുന്ന ഒരു പ്രദേശമാണ്. ശരിക്ക് ഖനനം നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിന് ഇന്ന് ഏറ്റവും അധികം ഡിമാൻഡുള്ള, ആവശ്യമുള്ള ലിഥിയം പോലും അവിടെ കാണും എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണല്ലോ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ അമേരിക്കയും പോയി പര്യവേഷണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അവിടെ പെട്രോൾ ഉണ്ടെന്ന് കണ്ടെത്തിയത്. അല്ലെങ്കിൽ വേട്ടയും മരുഭൂമിയിലൂടെ യാത്രയുമായിട്ട് നടന്നിരുന്ന ആൾക്കാരാണ് ഈ അറേബ്യൻ ജനസമൂഹം. ഇപ്പോഴും അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് സൗദിയുടെയൊക്കെ പെട്രോളിന്മേൽ അവരുടെ അവകാശമുണ്ട്. അവരുടെ പമ്പുകൾ, അവരുടെ അല്ലെങ്കിൽ പെട്രോൾ ഊറ്റിയെടുക്കുന്ന സ്ഥാപനങ്ങൾ, അവിടുന്ന് പെട്രോൾ ഇപ്പോൾ മരുഭൂമിയിൽ നിന്ന് ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുക, തീരാറായി. അത് ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുന്ന ഫാക്ടറികൾ അവർക്കുണ്ട്, സ്ഥാപനങ്ങൾ അവർക്കുണ്ട്, അവർക്ക് കിട്ടുന്നുമുണ്ട്, സോഴ്സുമുണ്ട്. എന്ന് പറയുന്ന പോലെ ഗ്രീൻലാൻഡിൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചന്ദ്രനിൽ പോകുന്ന പോലെ അപൂർവങ്ങളായിട്ടുള്ള ധാതുക്കളൊക്കെ അമേരിക്കയ്ക്ക് സ്വന്തമാക്കാം എന്നൊരാവശ്യമാണ്. ഈ അപൂർവ ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഭൂപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ ചൈനയാണ്. ഈ കാര്യത്തിൽ ലോകത്ത് ഏറ്റവും അധികം വൈവിധ്യവും അതുപോലെ സമ്പന്നവുമായ രാജ്യം ധാതുക്കളുടെ കാര്യത്തിൽ ചൈനയാണ്. ഈ ധാതുക്കൾ കൊണ്ടാണ് ഇനിയിപ്പോൾ അടുത്ത ഒരു നൂറ്റാണ്ടിൽ ലോകത്തിലെ സമ്പന്നത നിശ്ചയിക്കപ്പെടുക. പ്രത്യേകിച്ചും ലിഥിയം എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിന് ബദലായിട്ട് നമ്മൾ ഈ ഇലക്ട്രിക് കാറുകളെന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതിൽ അവശ്യമായിട്ടുള്ളൊരു വസ്തുവാണ് ഈ ലിഥിയം ബാറ്ററി എന്നാണ് പറയുന്നത്. അതിന് വലിയ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ലിഥിയത്തിന് വലിയ വിലയാണ്. അതെന്താ കാര്യം? വളരെ റെയറായിട്ടുള്ളൊരു ധാതുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടാൻ വളരെ വിഷമമുള്ള സ്ഥാനം. അങ്ങനെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ചൈന. അപ്പോൾ ചൈനയുടെ ആത്മവിശ്വാസത്തിൻ്റെ പ്രധാന പ്രേരക ഘടകം എന്ന് പറയുന്നത് അവരുടെ മണ്ണിലടങ്ങിയിട്ടുള്ള ഈ ലിഥിയമാണ്. ലോകത്തിൽ ഏറ്റവും അത് കയറ്റുമതി ചെയ്യുന്ന രാജ്യവും അതുപോലെ അപൂർവ ധാതുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യവും ഇപ്പോൾ ചൈനയാണ്, നമ്പർ 1. അമേരിക്കയ്ക്ക് അത്രയില്ലേ. കുറച്ച് പെട്രോൾ, ഡീസൽ പെട്രോൾ എന്നും പറഞ്ഞ് അവർ വിൽക്കുന്നുണ്ടെന്നല്ലാതെ മറ്റു കാര്യങ്ങളിലൊക്കെ അവരുടെ കാര്യം പോക്കാണ്.
അപ്പോൾ ഈ സ്ഥിതി ഒന്ന് മാറി ഇയാളൊരു വ്യവസായം കൂടാണ്, അറിയാമല്ലോ. അതെ, വ്യാപാരിയും വ്യവസായിയും ഒക്കെ കൂടെ ലാഭക്കുതിയനായൊരു വ്യാപാരം. അപ്പോൾ അറിയാം എന്ത് ട്രേഡ് ചെയ്താലാണ് അമേരിക്കയ്ക്ക് ലോകത്തിലെ നമ്പർ 1 സ്ഥാനം നിലനിർത്താൻ കഴിയുക. അതിനുള്ള പണിയൊക്കെ ഈ ഗ്രീൻലാൻഡ് ഇങ്ങനെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇതിനകത്ത് എതിർപ്പ് നേരിടാൻ സാധ്യത ഉണ്ട്. അപ്പം ഭാഗികമായിട്ട് ഡെൻമാർക്കിൻ്റെ അധീനതയിലാണ്, കൊടുക്കില്ല എന്നവർ പറഞ്ഞു. വില കൊടുക്കാമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേണ്ട, അവർക്ക് ഈ ഗ്രീൻലാൻഡുകാർക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള ഒരു ബോധം, അവർക്ക് ഈ ഭരണം അതിനെക്കുറിച്ചൊന്നും വലിയ പിടിയൊന്നുമില്ല. യൂറോപ്യൻ യൂണിയനിലെ ചേർത്തതായിരിക്കുമല്ലോ. ഡെൻമാർക്കല്ലേ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇത്രയും പേരുടെ തീരുമാനങ്ങൾ എടുക്കുക. അവിടെ തെരഞ്ഞെടുപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതിനെക്കുറിച്ച് ബോധമുള്ള ഒരു ജനതയല്ല, ബോധവത്കരിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സമൂഹം ആകുമ്പോൾ ഡെൻമാർക്ക് എടുക്കുന്ന തീരുമാനങ്ങളാണ് അവരുടെ തീരുമാനം. അപ്പോൾ ഡെൻമാർക്കിൻ്റെ രാജാവ് പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്ന പ്രശ്നമില്ല. അതുപോലെ കാനഡയ്ക്ക് ഒരു സ്റ്റേക്ക് ഉണ്ട്, കാനഡയും എത്തുണ്ട്. കാനഡയിൽ നമ്മുടെ സിഖുകാർ പോയ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർട്ടിക്കേട്ട നേതാവ് പറഞ്ഞത് ഇല്ല, ഗ്രീൻലാൻഡ് ഞങ്ങൾ വിൽക്കുന്നില്ല. ഇത് കേട്ടാത്തൊന്നും ഇയാളുടെ കുടുംബ സ്വത്താണ്. ചുമ്മാ അയലും കയറിയ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രൂഡോയെ പിന്തുണച്ച ആ കക്ഷിയുടെ നേതാവ് ഒരു സർദാർജിയാണ്. അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്ക് അമേരിക്ക കൊടുക്കുന്നില്ല. പക്ഷേ ട്രംപ് വന്നു കഴിയുമ്പോൾ കാർഡുകളൊക്കെ മാറും. പക്ഷേ ട്രംപിന് ഈ എതിർപ്പിനെ അതിജീവിക്കാൻ പറ്റും. ഈ പണമെന്ന് പറയുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയത്തിലെന്ന പോലെ ഭൂഖണ്ഡാന്തര രാഷ്ട്രീയത്തിൽ, അതായത് ജിയോ പൊളിറ്റിക്സിലും വലിയ ഒരു ഘടകമാണ്. അപ്പോൾ കാനഡ എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായിരിക്കുക, നമ്മുടെ പാകിസ്ഥാൻ പോലെ. ഇപ്പോൾ കാനഡയും കൂടെ തനിങ്ങൾക്ക് വേണമെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയിലെ ഒരു ഭാഗം, ഞങ്ങളുടെ ഭാഗമാണത്. ഈ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ എങ്ങനെയാണോ നമ്മുടെ ഭാഗം എന്ന് പറഞ്ഞാൽ കാനഡ അവരുടെ ഭാഗമാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ കാനഡയും കൂടി പിടിച്ചടക്കി കഴിഞ്ഞാൽ അവരുടെ എതിർപ്പ് തീർന്നേ. പിന്നെ ഡെൻമാർക്ക് എന്ന് പറയുന്ന വളരെ പാവപ്പെട്ട ചെറിയ രാജ്യമാണ്. യൂറോപ്യൻ യൂണിയനിലുണ്ട് എന്നൊക്കെ പറഞ്ഞാലും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ ആരെയും അനുകൂലിക്കുക? ഏത് യുദ്ധം വന്നിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല. അമേരിക്കയെ അനുകൂലിക്കുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ, അതുപോലെ തന്നെ ഫ്രാൻസ്, ജർമ്മനി. ഇതെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ അവർ നിൽക്കും. ജപ്പാൻ, അമേരിക്ക ഏത് രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയോ ആ രാജ്യം അമേരിക്കയുടെ ചുവട്ടടിയിൽ നിൽക്കും. അമേരിക്ക പറയുന്നതിനപ്പുറം ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശത്രുക്കളാണ് അവർ, പക്ഷേ ഒരുമിച്ച് നിൽക്കൂ. എന്താ കാര്യം? രാഷ്ട്രീയ താല്പര്യങ്ങളല്ല, സാമ്പത്തിക താല്പര്യങ്ങളാണ്. ആ സാമ്പത്തിക താല്പര്യത്തിൻ്റെ പേര് എല്ലാവരെയും കൊണ്ടുവരാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് കഴിയും. ഇപ്പോൾ ട്രംപ് ഒരു പൂട്ടിയത് കണ്ടോ? ഇന്ത്യയും കൂടെ ബാധിച്ച ഒരു പൂട്ട്. ഡോളർ എന്ന് പറയുന്നത് ലോകത്തിലെ നമ്പർ 1 ആയി. രൂപയുടെ മൂല്യം ഇടിഞ്ഞ് തകർന്നു അതിൻ്റെ മുമ്പിൽ. ശരിക്കും നമ്മൾ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിക്കുന്നതിന് പൂട്ടിയൊരു പൂട്ടാണ്. അതിൻ്റെ ഇഫക്റ്റ് പോലും ഓഹരി മാർക്കറ്റിൽ പോലും വരുന്നുണ്ട്. അപ്പം മിടുക്കനായ ഒരു വ്യവസായിയും രാഷ്ട്രഭരണതന്ത്രജ്ഞനുമാണ് ട്രംപ്. എനിക്ക് തോന്നുന്നു ഈ രണ്ടാമത്തെ വരവിൽ കുറച്ചുകൂടി ട്രംപ് മെച്ചപ്പെട്ട പ്രകടനമായിരിക്കും കാഴ്ചവെക്കാൻ. സംശയം എന്താ? ഇതെന്തൊരു ഫീനിക്സ് പക്ഷിയെ പോലുള്ളൊരു വരവല്ലേ. കേസുകൾ വെച്ച്, ക്രിമിനൽ കേസുകൾ, ലൈംഗിക കേസുകൾ ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടതെല്ലാം ചെയ്തു വെച്ചിരുന്നു. ആര്? ഇന്ദിരാഗാന്ധിയെ എങ്ങനെ തകർക്കാൻ ജനതാ ഭരണകാലത്ത് ചരൺ സിംഗ് ശ്രമിച്ചു, ചൗധരി ചരൺ സിംഗ് ശ്രമിച്ചു, അതുപോലെല്ലാം പൂട്ടിയതാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ രണ്ടാം വരവ് പോലെ തന്നെയാണ് ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നത്. എല്ലാ തടസ്സങ്ങളെയും അവിശ്വസനീയമായിട്ടുള്ള വിജയമാണ്, സംശയമില്ല. അപ്പോൾ ഇനി വരുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും പേടിക്കണ്ട. ഇനിയൊരു ഊഴം അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ചെറുത് ചെയ്യും, ഹമാസിനെ തകർക്കും. അതുപോലെ തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കും, നല്ല കാര്യമാണ്. അങ്ങനെ അതുപോലെ തന്നെ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം, ന്യൂ മെക്സിക്കോ, അവിടെ അമേരിക്കക്കകത്ത് മെക്സിക്കോ എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശമുണ്ട്, മെക്സിക്കോ അതിർത്തി. അതിൻ്റെ അതിർത്തിയുടെ പേര് മാറ്റുക, അമേരിക്കയുടെ പേര് മതി, മെക്സിക്കോയുടെ പേര് വേണ്ട. മെക്സിക്കോ എന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ് അഡിക്റ്റുകളുടെ സ്ഥലമാണ്. നമ്മുടെ ഈ മണിപ്പൂർ, മിസോറാം ആ മേഖലയിലെ പോലെ ഡ്രഗിൻ്റെ കേന്ദ്രമാണ്. ഡ്രഗാണ് മണിപ്പൂരിൽ ഈ കലാപം ഉണ്ടാക്കിയത്. അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അതിലോട്ട് പോയാൽ നമ്മുടെ സമയത്തിനൊന്നും തീരില്ല. ചുവപ്പ് ലൈറ്റ് കത്തുന്നതിന് മുമ്പ് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ പേര് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്ക് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. അങ്ങനെ പല വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങളും നമുക്ക് ഈ പുതുവർഷത്തിൽ പ്രതീക്ഷിക്കാം. അതിലൊന്ന് ഗ്രീൻലാൻഡ് പതുക്കെ, ഉടനെ ആയിരിക്കത്തില്ല. ഫാക്ലാൻഡ്സ് എങ്ങനെ ബ്രിട്ടനോട് ചേർന്നു അതുപോലെ ബ്രിട്ടനോട് ചേർന്ന ഒരു രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഡെൻമാർക്കിനെയൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കും. ഒരു യുദ്ധവും ഒരു തുള്ളി രക്തവും പൊടിയാതെ തന്നെ അത് ട്രംപ് സാധിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു തരുന്ന അധികാരത്തിൽ വരും മുമ്പ് ഇപ്പോൾ മിക്കവാറും ഇന്ന് തന്നെ ഹമാസുമായിട്ടുള്ള കരാർ ഒപ്പുവയ്ക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ബന്ദികൾ മോചിക്കപ്പെടാനും സാധ്യതയുണ്ട്. യുക്രൈൻ യുദ്ധം ഏതാണ്ട് 1 മാസത്തിനകം അവസാനിപ്പിക്കുന്ന ഒരു ലക്ഷണവും
അതൊരു ചില ശുഭലക്ഷണങ്ങളും, അതുപോലെ ഇന്ത്യയെ പോലെ ഉള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ കാണാം. അപ്പോൾ ഗ്രീൻലാൻഡ് ട്രംപിൻ്റെ കൈകളിലേക്ക് പോകും, അമേരിക്കയുടെ കൈകളിലേക്ക് പോകും. അമേരിക്കയുടെ കൈകളിലേക്ക് പതുക്കെ പതുക്കെ, അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കും. അത് അങ്ങനെ തന്നെ പോകേണ്ടി വരും അവസാന തരത്തിൽ എന്നാണ് നമ്മൾ കരുതേണ്ടത്. ഇത് വേറൊരു കാര്യമുണ്ട്, റഷ്യയുടെ പക്കത്തായിരുന്നു. റഷ്യയുടെ പക്കൽ നിന്നാണിപ്പോൾ പതുക്കെ നെതർലാൻഡ്, ഡെൻമാർക്ക് വഴി അമേരിക്കയിലേക്ക് പോകുന്നതെന്നും നമുക്ക് ഓർക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.